Good afternoon, students. Our next chapter എന്ന് പറഞ്ഞാൽ ജെറോസൈക്യാട്രി ആണ്, അതായത് ജിറിയാട്രിക് സൈക്യാട്രി, അതായത് ഓൾഡ് ഏജിൽ ഉണ്ടാകുന്ന സൈക്യാട്രിക് പ്രോബ്ലംസ്. Geriatric psychiatry means derived from the Greek words geros. Geros means old age and iatrons means physicians. It deals with the preventing, diagnosing and treating psychological disorders in older adults. Old age phase of the life cycle characterized by its own developmental issues, that is the loss of physical ability, mental activity, friends and loved ones and status and power. ഇപ്പോൾ ജിറാട്രിക് സൈക്യാട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾഡ് ഏജിൽ ഉണ്ടാകുന്ന കുറേ പ്രോബ്ലംസ് അതിനെ നമുക്കങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, ഡയഗ്നോസ് ചെയ്യാം. ആൻഡ് വാട്ട് ആർ ദ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഇൻ ഓൾഡർ അഡൽട്ട്സ് ആൻഡ് വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ഇൻ ദ geriatric psychiatry. Then stressors. Psychiatrists must be able to recognize the physical and mental ills of their patients. അതായത് സ്ട്രെസ്സേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സൈക്യാട്രിസ്റ്റ് മസ്റ്റ് ബി ഏബിൾ ടു റിക്കഗ്നൈസ് ദ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഇൽസ് ഓഫ് ദെയർ പേഷ്യൻസ്. ദെൻ ഹൈ റാങ്കിങ് സ്ട്രെസ്സസ് ഓഫ് ഏജിങ് ഇൻക്ലൂഡ് acute and chronic medical illness, the concomitant use of therapeutic drugs, the complicating drugs, drug and drug disease interactions. Then older women are more likely to live alone than older men. The next is the psychiatric examination of the older patients. എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഹൈ പ്രിവലൻസ് ഓഫ് കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ് ഇൻ ഓൾഡർ പേഴ്സൺസ്, ദ സൈക്യാട്രിസ്റ്റ് മസ്റ്റ് ഡിറ്റർമൈൻ വെദർ എ പേഷ്യൻ്റ് അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ദ എക്സാമിനേഷൻസ്. ദെൻ പേഷ്യൻസ് സ്റ്റിൽ ഷുഡ് ബി സീൻ അലോൺ ഈവൻ ഇൻ കേസസ് ഓഫ് ക്ലിയർ എവിഡൻസ് ഓഫ് ഇമ്പയർമെൻറ്റ്സ്. ദാറ്റ് മീൻസ് ടു എലിസിറ്റ് എനി സൂയിസൈഡൽ തോട്ട്സ് ഓർ പാരനോയിഡ് ഐഡിയേഷൻസ് വിച്ച് മേ നോട്ട് ബി വോയിസ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എ റിലേറ്റീവ്. അപ്പോൾ നമ്മൾ സൈക്യാട്രിക് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഓൾഡർ ഏജിൽ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ സൈക്യാട്രിസ്റ്റിന് അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. ദെൻ സൈക്യാട്രിക് ഹിസ്റ്ററി, ദാറ്റ് ഈസ് ബിനൈൻ സെൻസെൻമെൻറ്റ് ഫോർഗെറ്റ്ഫുൾനെസ്. ദാറ്റ് മീൻസ് എന്താണ്, ഏജ് അസോസിയേറ്റഡ് മെമ്മറി ഇമ്പയർമെൻറ്റ്സ് ഓഫ് നോ സിഗ്നിഫിക്കൻസ്. അതായത് നമുക്ക് പ്രായം കൂടുന്തോറും ഓർമ്മക്കുറവ് ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലേ. ദെൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസെൻറ്റ് ഹിസ്റ്ററി, അവരുടെ ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസെൻറ്റ് ഹിസ്റ്ററിയിൽ provide information about personality organizations, give important clues about coping strategies and defense mechanism used under stress. അതായത് നമ്മുടെ ചെറുപ്പത്തിൽ, നമ്മുടെ ചൈൽഡ്ഹുഡിലും അഡോളസെൻറ്റ് പീരീഡിലും നമ്മൾക്ക് എങ്ങനെ ഓരോ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാൻ പറ്റിയിരുന്നോ അതനുസരിച്ചിരിക്കും. Then mental status examinations offers a cross-sectional view of how a patient thinks, feels, behaves during the examinations. Then general description, that includes appearances, psychomotor activity, attitude towards the examiner and speech activity. Then motor disturbance should be noted. The patient's attitude toward the examiner, cooperative, suspicious, guarded, can give clues about possible transference reactions. അപ്പോൾ പൊതുവായിട്ട് പറഞ്ഞാൽ ഇത്രയൊക്കെയാണ് നമ്മൾ അസസ് ചെയ്യേണ്ടത്. മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ഉണ്ട്. ദെൻ സൈക്യാട്രിക് ഹിസ്റ്ററിയാണ്. സൈക്യാട്രിക് എക്സാമിനേഷൻ ഓഫ് ഓൾഡർ പേഷ്യൻസിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. ഹിസ്റ്ററി കളക്ട് ചെയ്യുക, മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നോക്കുക, ജനറലി ഇത്രയും കാര്യങ്ങളൊക്കെ പേഷ്യൻസിനുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. Then functional assessment. Functional assessment means patients older than 65 years of age should be evaluated for their capacity to maintain independence and to perform the activities of daily. അതായത് 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് എന്ത് നോക്കണം? We have to identify the capacity of the patient, that is the self-care activities, which includes toileting, preparing meals, dressing, grooming and eating. The degree of functional competence in their everyday behaviors is an important consideration in formulating a treatment plan of these patients. അതായത് അവരുടെ ഈ ചെയ്യാനുള്ള ഓരോ, അതായത് ടോയ്ലറ്റിങ്ങും സ്വന്തമായിട്ട് സെൽഫ് കെയർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.
mood, feelings and affect. Suicide is a leading cause of death of older persons and an evaluation of a patient's suicidal ideation is essential. അപ്പം ഓൾഡർ ഏജിൽ അവർക്ക് എപ്പോഴും ലോൺലിനെസ് തോന്നും, ആർക്കും അവരോടും സംസാരിക്കാൻ പോലും സമയം ഉണ്ടാവില്ല അല്ലേ. നിങ്ങളുടെ വീട്ടിലൊക്കെ ആയാലും ഓൾഡ് ഏജ് ഉള്ള ആൾക്കാരുണ്ടാവും, അപ്പോൾ അവരോടൊക്കെ എപ്പോഴും നിങ്ങൾ മിങ്കിൾ ചെയ്തിരിക്കുക. അപ്പോൾ ദർ ഇസ് എ ചാൻസ് ഫോർ സൂയിസൈഡൽ ടെൻഡൻസി. Then loneliness is the most common reason cited by older adults who consider suicide. ലോൺലിനെസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നത്. ദെൻ ഫീലിങ്സ് ഓഫ് ലോൺലിനെസ്, വർത്ത്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ് ആർ സിംറ്റംസ് ഓഫ് ഡിപ്രഷൻസ് വിച്ച് ക്യാരീസ് എ ഹൈ റിസ്ക് ഫോർ സൂയിസൈഡ്. അതുപോലെ തന്നെ അവർക്ക് തനിയാന്നുള്ള തോന്നൽ, ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, ദാറ്റ് ലീഡ്സ് ടു എ ഡിപ്രഷൻ ഓഫ് എ പേഷ്യൻറ്റ്. Then perceptual disturbances, that is hallucinations and illusions by older adults, can be transitory phenomena resulting from decreased sensory acuity. Because hallucinations can be caused by brain tumors and other focal pathology, a diagnostic workup may be indicated. അതായത് പെർസെപ്ച്വൽ ഡിസ്റ്റർബൻസ് എന്തൊക്കെയാണ് അവർക്ക് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഹാലുസിനേഷൻസ്, ഇലൂഷൻസ് ഉണ്ടാകാം. പക്ഷേ ഹാലുസിനേഷൻസ് ചിലപ്പോൾ ട്യൂമേഴ്സ് കൊണ്ടുണ്ടാകാം. പക്ഷേ വി ഹാവ് ടു ഐഡൻറ്റിഫൈ വെദർ ഇറ്റ് ഈസ് അതർ റീസൺസ് ഓർ നോട്ട്. ദെൻ ലാംഗ്വേജ് ഔട്ട്പുട്ട് കവേഴ്സ് ദ അപേഷ്യസ് വിച്ച് ആർ ഡിസോർഡേഴ്സ് ഓഫ് ലാംഗ്വേജ് ഔട്ട്പുട്ട് റിലേറ്റഡ് ടു ഓർഗാനിക് ലീഷൻസ് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അത് സംഭവിക്കാം. ദ ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ആർ നോൺ ഫ്ലുവൻറ്റ് ഓർ ബ്രോക്കാസ് അപേഷ്യ, ഫ്ലുവൻറ്റ് ഓർ വൺനിക്സ് അപേഷ്യ ആൻഡ് ഗ്ലോബൽ അപേഷ്യ. അതായത് ഓൾഡ് ഏജ് ആകുമ്പോഴേക്കും കുറച്ച് പല്ലൊക്കെ പോയി കഴിയുമ്പോഴേക്കും അവർക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. വിഷ്വോഫേഷ്യൽ ഫങ്ഷനിങ് ഡിക്ലൈൻ ഈസ് വിഷ്വോഫേഷ്യൽ കേപ്പബിലിറ്റി ഈസ് നോർമൽ വിത്ത് ഏജിങ്. ആസ്കിങ് എ പേഷ്യൻറ്റ് ടു കോപ്പി ഫിഗേഴ്സ് ഓർ എ ഡ്രോയിങ് മേ ബി ഹെൽപ്ഫുൾ ഇൻ അസസിങ് ദ ഫങ്ഷൻ. അതാണ് വിഷ്വോഫേഷ്യൽ ഫങ്ഷൻ. അതായത് ഒരു പേഷ്യൻറ്റ് കോപ്പി ഫിഗേഴ്സ്, ഒരു സെയിം തന്നെ പടമൊക്കെ വരച്ച് നോക്കാൻ പറയുക, അതിൽ നിന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ദെൻ തോട്ട്, അനദർ പ്രോബ്ലംസ് ഈസ് തോട്ടാണ്. ഡിസ്റ്റർബൻസ് ഇൻ തിങ്കിങ് ഇൻക്ലൂഡ്സ് നിയോലോഗിസം, വേർഡ് സാലഡ്, സർക്കിംസ്റ്റൻഷ്യാലിറ്റി, ടാൻജൻഷ്യാലിറ്റി, ലൂസിങ് ഓഫ് അസോസിയേഷൻ, ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്, ക്ലാങ് അസോസിയേഷൻസ് ആൻഡ് ബ്ലോക്കിംഗ്. അത്രയും ഡിസ്റ്റർബൻസ്, തിങ്കിങ്ങിലുള്ള ഡിസ്റ്റർബൻസസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ലോസ് ഓഫ് ദ എബിലിറ്റി ടു അപ്രീഷിയേറ്റ് നോൺസെൻസ് ഓഫ് മീനിങ്സ് മേ ബി ആൻ ഏർലി സൈൻസ് ഓഫ് ഡിമെൻഷ്യ. അതായത് അബ്സ്ട്രാക്ട് തിങ്കിങ് ഉണ്ടോ എന്ന് നോക്കുക. ദെൻ അതർ തിങ്സ് ടു ടേക്ക് നോട്ട്സ് ഓഫ്, വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അസസ് ചെയ്യേണ്ടത്? സെൻസോറിയം ആൻഡ് കോഗ്നീഷൻ, കോൺഷ്യസ്നസ്, ഓറിയൻറ്റേഷൻ, മെമ്മറി, ഇൻ്റലക്ച്വൽ ടാസ്ക്, ഇൻഫർമേഷൻ ആൻഡ് ഇൻ്റലിജൻസ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് ജഡ്ജ്മെൻറ്റ്. Then other things to take notes of, that എന്തൊക്കെയാണെന്ന് നോക്കാം. സെൻസോറിയം ആൻഡ് കോഗ്നീഷൻ, കോൺഷ്യസ്, ഓറിയൻറ്റേഷൻസ്, മെമ്മറി, ഇൻ്റലക്ച്വൽ ടാസ്ക്, ഇൻഫർമേഷൻ ആൻഡ് ഇൻ്റലിജൻസ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് ജഡ്ജ്മെൻറ്റ്. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ദെൻ മെൻ്റൽ ഡിസോർഡേഴ്സ് ഓഫ് ഓൾഡ് ഏജ്. എന്തൊക്കെയാണ് മെൻ്റൽ ഡിസോർഡേഴ്സ് ഓഫ് ഓൾഡ് ഏജ്? ഡിമെൻറ്റിംഗ് ഡിസോർഡേഴ്സ്, then depressive disorder, schizophrenia, delusional disorder, anxiety disorder, somatophone disorder, alcohol and other substance use disorder, sleep disorder, suicide risk. Then other cognitions of old age, that is the other conditions of old age, that is vertigo, syncope, hearing loss, elder abuses, then spousal bereavement. ഇത്രയൊക്കെയാണ് അതർ പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്. സൈക്കോ ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഓഫ് ജിറിയാട്രിക് ഡിസോർഡേഴ്സ്. അതായത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എ പ്രീ ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ ഇവാലുവേഷൻ ഈസ് എസെൻഷ്യൽ ഇൻക്ലൂഡിംഗ് ഇലക്ട്രോകാർഡിയോഗ്രാം, ECG. ഇറ്റ് ഈസ് എസ്പെഷ്യലി യൂസ്ഫുൾ ടു ഹാവ് ദ പേഷ്യൻസ് ഓർ എ ഫാമിലി മെമ്പർ ബ്രിങ് ഇൻ ഓൾ കറൻ്റ്ലി യൂസ്ഡ് medications because multiple drugs use could be contributing to the symptom. അതുകൊണ്ട് ECG എടുത്ത് നോക്കുക. കുറേ ഡ്രഗ്സൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്നുണ്ടാകും, അതുകൊണ്ട് നമ്മൾ ECG ചെക്ക് ചെയ്യാം. Then principles of psychopharmacological treatments, that is major goals of the pharmacological treatments of older persons are to improve the quality of life, maintain persons in the community, delay or avoid their placement in nursing homes. Then individualizations of dosage is the basic tenet of geriatric psychopharmacology.